നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നവരാത്രി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങളായി വിവിധ ക്ഷേത്രങ്ങളിൽ ഭജന, നൃത്തസന്ധ്യ, ശാസ്ത്രീയ സംഗീത സദസ്സ് തുടങ്ങിയവ അരങ്ങേറും. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലും നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. പടന്നക്കാട് സ്വകാര്യ ആശുപത്രിയിൽ കയറി സംഘം ചേർന്ന് മർദ്ദനം. നേരത്തെ ഉണ്ടായ മർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയ്ക്കെത്തിയപ്പോഴാണ് 8-അംഗ സംഘം ആശുപത്രിയിലെത്തി മർദ്ദിച്ചത്. സംഭവത്തിൽ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നിരവധി മയക്കുമരുന്ന് കേസുകളിലെ പ്രതി പിടിയിൽ. ഞാണിക്കടവ് മയ്യത്ത് റോഡ് സ്വദേശി അർഷാദാണ് ഹോസ്ദുർഗ് പോലീസിന്റെ പിടിയിലായത്. പ്രതിയെ സംസ്ഥാന സർക്കാർ ഉത്തരവ് പ്രകാരം അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലിൽ പാർപ്പിച്ചു. കാസർഗോഡ് വീട് കേന്ദ്രീകരിച്ച് അനധികൃത മദ്യവിൽപ്പന പ്രതി പിടിയിൽ. കോയിപ്പാടി സ്വദേശി പ്രഭാകരനാണ് കുമ്പള പോലീസിന്റെ പിടിയിലായത്. കുളിമുറിയിലെ ചുമരിൽ രഹസ്യാറ ഉണ്ടാക്കിയാണ് ഇയാൾ മദ്യം സൂക്ഷിച്ചിരുന്നത്. കാസർഗോഡ് ഏരിയാൽ ദേശീയപാതയിലെ സർവീസ് റോഡിൽ ചരക്ക് ലോറി നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിന്റെ ഞെട്ടൽ ഇനിയും മാറിയില്ല. റോഡരികിൽ നിർത്തിയിട്ട 10-ലേറെ ഇരുചക്ര വാഹനങ്ങളും വൈദ്യുത തൂണുകളും സിഗ്നൽ ലൈറ്റുകളുമാണ് അപകടത്തിൽ തകർന്നത്. വെള്ളിക്കുന്നത്ത് ഭഗവതികാവ് ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. ആചാര്യ വരവേൽപ്പും സംഘടിപ്പിച്ചു. നിരവധി ഭക്തർ പങ്കെടുത്തു. കാസർഗോഡ് ജില്ലാ യോഗ അസോസിയേഷന്റെ 17ാമത് ജില്ലാ യോഗ ചാമ്പ്യൻഷിപ്പ് കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് ബാങ്ക് ഹാളിൽ നടന്നു. 9 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്കാണ് മത്സരങ്ങൾ നടത്തിയത്. സംസ്ഥാന മത്സരങ്ങൾക്ക് മുന്നോടിയായാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. വാർത്തകൾ വിശദമായി. പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ശങ്കരപീഠത്തിൽ നവാക്ഷരി കലശം സ്ഥാപിച്ചു. മഹാനവമി ദിവസമായ ഒക്ടോബർ 1 ഉച്ചയ്ക്ക് 1 മണിക്ക് ഭക്തലക്ഷങ്ങൾ സംബന്ധിക്കുന്ന പുഷ്പരഥോത്സവം നടക്കും. വാഗ്ദേവതാ സന്നിധിയായ കൊല്ലൂർ മൂകാംബികയിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് സ്തംഭഗണപതി പൂജയോടെ ശങ്കരപീഠത്തിൽ കലശം സ്ഥാപിച്ചു. രാവിലെ 9 മണിയോടെ മന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിലായിരുന്നു ചടങ്ങുകൾ. യോഗനിദ്രാഭാവത്തിലാണ് ആദ്യ ദിനത്തിലെ ദേവീ സങ്കല്പം. ഇനിയുള്ള 9 ദിവസങ്ങളിൽ 10,000-ങ്ങളായ മലയാളികൾ അടക്കമുള്ള ഭക്തരുടെ നിലയ്ക്കാത്ത പ്രവാഹമായിരിക്കും കൊല്ലൂരിലേക്ക്. മേളങ്ങളുടെ ദേവീ വിഗ്രഹം പുറത്തെഴുന്നള്ളി ശിവേലിയം നടന്നു. ക്ഷേത്രം അടികയുടെ കാർമ്മികത്വത്തിലാണ് കൊല്ലൂരിലെ നവരാത്രി മഹോത്സവ ചടങ്ങുകൾ നടന്നുവരുന്നത്. മഹാനവമി ദിവസമായ ഒക്ടോബർ 1 രാവിലെ 11:30 ചണ്ഡികായാഗവും തുടർന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ധനുർ ലഗ്നത്തിൽ ഭക്തലക്ഷങ്ങൾ സംബന്ധിക്കുന്ന ദേവിയുടെ പുഷ്പപരത്തോത്സവവും നടക്കും. ഒക്ടോബർ 2 വിജയദശമി ദിനത്തിൽ വിദ്യാരംഭം, വിജയോത്സവം ചടങ്ങുകളോടെയാണ് സമാപനം. ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രം നവരാത്രി പൂജാ മഹോത്സവത്തിന് തുടക്കമായി. ഭക്തർക്ക് അന്നമൂട്ടാൻ അഗ്രശാലയിൽ ദീപം തെളിഞ്ഞു. ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രം നവരാത്രി പൂജാ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കുള്ള അന്നദാന പ്രസാദം ഒരുക്കാൻ അഗ്രശാലയിൽ ദീപം തെളിയിച്ചു. ക്ഷേത്ര ശ്രീകോവിൽ നിന്നും തെളിയിച്ച ദീപം ക്ഷേത്രമേൽശാന്തി പുതുമന സുബ്രഹ്മണ്യൻ നമ്പൂതിരി അടുപ്പുകളിൽ പകർന്നു. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി CK സുനിൽകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രവാസി വ്യവസായി ശിവപ്രസാദ് രാമഗിരി, സിനിമാ സംവിധായകൻ ഹെന്ന ഹെഗഡെ, സിനിമാ താരം അർജുൻ വിജയ്, H ഗുരുദത്ത് പൈ, ഐശ്വര്യകുമാരൻ എന്നിവർ മുഖ്യാതിഥികളായി. 11 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന് 10,000 മുതൽ 15,000 വരെ ഭക്തജനങ്ങൾക്കാണ് ദിനം അന്നപ്രസാദം ഒരുക്കുന്നത്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ C ഗണേഷ്, ജനറൽ സെക്രട്ടറി HN രാജേഷ്, സേവാസമിതി പ്രസിഡന്റ് K രാജേഷ് പ്രസാദ്, ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് കുമാർ, വിവിധ സബ് കമ്മിറ്റി ചെയർമാൻമാരായ H ബാബു, K ഹരീഷ് ഹെഗ്ഡെ, K ഉദയൻ, K അജയൻ, ക്ഷേത്ര ഭാരവാഹികൾ, മാതൃസമിതി ഭാരവാഹികൾ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, സേവാസമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രത്തിൽ നവരാത്രി പൂജാ മഹോത്സവത്തിന് തുടക്കമായി.
തുടക്കമാണ് നാളെ. അതിനോടനുബന്ധിച്ചുള്ള ഇന്നത്തെ ആ ദേവിയുടെ സന്നിധിയിൽ നടക്കുന്ന നവരാത്രി മഹോത്സവത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു അഗ്നിപ്രവേശന നടന്ന ഇന്നത്തെ ചടങ്ങ് നടന്നത്. അതിൽ നമ്മളെ വിശിഷ്ട പല വ്യക്തികളും വന്ന് ബഹുമാനപ്പെട്ട അതുപോലെ നമ്മൾ പ്രത്യേക സംസ്ഥാന മുഴുവൻ ആൾക്കാർ വന്ന് നമ്മുടെ ഈ പരിപാടി അതിഗംഭീരമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രത്യേക സംസ്ഥാനത്തോട് നമ്മുടെ രണ്ട് വാക്കുകളും ഒരുപാട് ഭക്തജനങ്ങളും സംബന്ധിക്കുന്ന ഈ നാടിൻ്റെ ഒരു ഉത്സവമായി മാറ്റിത്തരുന്നത് അമ്മയാണ്. ഒരു ജാതി മത ഭേദമന്യേ സമുദായ ഭേദമന്യേ എല്ലാവരും വന്ന് ഈ വർഷത്തിൽ നടക്കുന്ന ഈ കാര്യം നിർവിഘ്നമായിട്ട് നടക്കട്ടെ, സ്വയംസേവയുടെ താല്പര്യത്തിനനുസരിച്ച് നല്ല രീതിയിലാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ ദിവസവും രാവിലെ 5:30 നട തുറക്കൽ, 7 മഹാഗണപതി ഹോമം, 9 ദേവി ഭാഗവത പാരായണം, ഉച്ചയ്ക്ക് ഭജന, 12 ഉച്ചപൂജ, 12:30 മുതൽ 2:30 വരെ അന്നപ്രസാദ വിതരണം, 1:30 നടയടക്കൽ, വൈകിട്ട് 5 നട തുറക്കൽ, 6:30 ദീപാരാധന, വിശേഷ അലങ്കാര പൂജ, 10 രാത്രി പൂജ, 7:15 തായമ്പക, 7:30 ഭക്തിഗാനസുധ, 23 വൈകിട്ട് 7 തിരുവാതിര, 7:30 മോഹിനിയാട്ടം, രാത്രി 8 നൃത്യങ്ങൾ, 24, 25 തീയതികളിൽ വൈകിട്ട് 7 തിരുവാതിര, 7:30 നൃത്യങ്ങൾ, 26 വൈകിട്ട് 6:30 ഭക്തിഗാനമേള, 7:30 നൃത്യങ്ങൾ, 27 വൈകിട്ട് 7 തിരുവാതിര, 7:15 നൃത്തസന്ധ്യ, 8 നൃത്യങ്ങൾ, 28 രാവിലെ 10 LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടികൾക്കായി ജില്ലാതല ചിത്രരചനാ മത്സരം, വൈകിട്ട് 6:30 സംഗീത കച്ചേരി, 8:15 നൃത്യങ്ങൾ, 29 ഉച്ചയ്ക്ക് 1 മണിക്ക് ഭക്തിഗാനസുധ, 6:04 കഥക് നൃത്താവിഷ്കാരം, 7 നൃത്തസന്ധ്യ, 8 നൃത്യങ്ങൾ, 30 വൈകിട്ട് 5:30 സർവൈശ്വര്യ വിളക്കുപൂജ, 5 ഗ്രന്ഥം വെപ്പ്, 7 കുച്ചിപ്പുടി നൃത്തസന്ധ്യ, 7:30 മോഹിനിയാട്ടം, 8 നൃത്യങ്ങൾ, ഒക്ടോബർ 1 ഉച്ചയ്ക്ക് 1 മണിക്ക് ഭക്തിഗാനമേള, 5 ഭജന, 6:40 തിരുവാതിര, 7 ശാസ്ത്രീയ നൃത്തങ്ങൾ, 8 നൃത്യങ്ങൾ, 2 രാവിലെ 8:30 വിദ്യാരംഭം, ഉച്ചയ്ക്ക് 1 മണിക്ക് ഭക്തിഗാനമേള, 6:40 കരിമരുന്ന് പ്രയോഗം, തിരുവാതിര, 7:15 നൃത്താവിഷ്കാരം, 8:30 നൃത്യങ്ങൾ, രാത്രി 11 ദേവീദർശനവും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പടന്നക്കാട് സ്വകാര്യ ആശുപത്രിയിൽ കയറി സംഘം ചേർന്ന് മർദ്ദനം. നേരത്തെയുണ്ടായ മർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയ്ക്ക് എത്തിയപ്പോഴാണ് 8 സംഘം ആശുപത്രിയിലെത്തി മർദ്ദിച്ചത്. സംഭവത്തിൽ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാഞ്ഞങ്ങാട് പടന്നക്കാട് അക്രമത്തിൽ പരിക്കേറ്റവരെ 8 സംഘം ആശുപത്രിയിൽ കയറി വീണ്ടും ആക്രമിച്ചു. പടന്നക്കാട് സ്വദേശികളായ സഹദ്, അഫ്സൽ, മുബഷീർ എന്നിവർക്കാണ് അക്രമത്തിൽ പരിക്കേറ്റത്. ചുറ്റിക കൊണ്ട് തലക്കടിയേറ്റും മൂക്കിന്റെ പാലം തകർന്ന നിലയിൽ യുവാക്കൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ആശുപത്രിയിൽ നടന്ന ആക്രമണത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. ഒരു യുവാവും പെൺകുട്ടിയും തമ്മിലുണ്ടായ സൗഹൃദവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം സഹദിനെയും അഫ്സലിനെയും ചിലർ ചർച്ചയ്ക്ക് പറഞ്ഞു വിളിച്ചു വരുത്തി ആക്രമിച്ചതായാണ് പരാതി. ഇരുവരും സഞ്ചരിച്ച ബൈക്ക് അടിച്ചു തകർക്കുകയും യുവാക്കളെ ആക്രമിക്കുകയുമായിരുന്നുവെന്ന് പരിക്കേറ്റവർ പറഞ്ഞു. പരിക്കേറ്റ സഹദിനെയും അഫ്സലിനെയും മുബഷീർ പടന്നക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർ പരിശോധിക്കുന്നതിനിടെ 2 കാറുകളിലായെത്തിയ 8 സംഘം ആശുപത്രിക്കുള്ളിൽ വെച്ചാണ് 3 പേരെയും ആക്രമിച്ചത്. സംഭവത്തിൽ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. നിരവധി മയക്കുമരുന്ന് കേസുകളിലെ പ്രതി പിടിയിൽ. ഞാണിക്കടവ് മയ്യത്തറോഡ് സ്വദേശി അർഷാദാണ് ഹോസ്ദുർഗ് പോലീസിന്റെ പിടിയിലായത്. പ്രതിയെ സംസ്ഥാന സർക്കാർ ഉത്തരവ് പ്രകാരം അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കിൽ പാർപ്പിച്ചു. നിരവധി മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയായ കാഞ്ഞങ്ങാട് ഞാണിക്കടവ് മയ്യത്തറോഡ് സ്വദേശി അർഷാദിനെയാണ് ഹോസ്ദുർഗ് പോലീസ് PIT NDPS ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്തത്. ഹോസ്ദുർഗ്, ബേക്കൽ, ചന്ദേര, പയ്യന്നൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 6 മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് അർഷാദ്. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം അർഷാദിനെ അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കൽ പാർപ്പിച്ചു. തുടർച്ചയായി ലഹരി കേസുകളിൽ ഉൾപ്പെട്ടവർക്കെതിരെ ചുമത്തുന്ന പ്രിവെൻഷൻ ഓഫ് ഇല്ലിസിറ്റ് ട്രാഫിക് NDPS നിയമപ്രകാരം ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിലെ 2ാമത്തെയും കാസർഗോഡ് ജില്ലയിലെ 7ാമത്തെയും അറസ്റ്റാണിത്. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി IPSന്റെ നിർദ്ദേശപ്രകാരം കാഞ്ഞങ്ങാട് DVSP CK സുനിൽകുമാറിന്റെ മേൽനോട്ടത്തിൽ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അജിത് കുമാർ P, സബ് ഇൻസ്പെക്ടർ വിഷ്ണു പ്രസാദ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രകാശൻ M, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ A സനീഷ് കുമാർ, ശ്രീജേഷ് V, സിവിൽ പോലീസ് ഓഫീസർ രമിത് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് വീട് കേന്ദ്രീകരിച്ച് അനധികൃത മദ്യവിൽപ്പന നടത്തിയ പ്രതി പിടിയിൽ. കോയിപ്പാടി സ്വദേശി പ്രഭാകരനാണ് കുമ്പള പോലീസിന്റെ പിടിയിലായത്. കുളിമുറിയിലെ ചുമരിൽ രഹസ്യാറ ഉണ്ടാക്കിയാണ് ഇയാൾ മദ്യം സൂക്ഷിച്ചിരുന്നത്. സംസ്ഥാനത്തു നിന്നുള്ള മദ്യം എത്തിച്ച് വീട് കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്ന പ്രതി പിടിയിൽ. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുമ്പള പോലീസ് നടത്തിയ പരിശോധനയിൽ 180 മില്ലി ലീറ്ററിന്റെ 4 കുപ്പി ഗോവൻ നിർമ്മിത വിദേശ മദ്യവും 180 മില്ലി ലീറ്റർ വീതമുള്ള 52 പാക്കറ്റ് കർണാടക മദ്യവുമാണ് പിടികൂടിയത്. സംഭവത്തിൽ കോയിപ്പാടി സ്വദേശി അണ്ണി പ്രഭാകരൻ എന്ന പ്രഭാകരൻ എന്നാണ് പിടിയിലായത്. മദ്യവിൽപ്പനയിലൂടെ ലഭിച്ച 32,970 രൂപയും കുമ്പള പോലീസ് പിടികൂടി. വീടിന്റെ കുളിമുറിയുടെ ചുമരിൽ രഹസ്യാറ ഉണ്ടാക്കിയാണ് ഇയാൾ മദ്യം സൂക്ഷിച്ചിരുന്നത്. പരിശോധനയ്ക്കായി പോലീസ് എത്തിയപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി IPSന്റെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് SSP ഡോക്ടർ നന്ദഗോപൻ M, IPSന്റെ മേൽനോട്ടത്തിൽ കുമ്പള ഇൻസ്പെക്ടർ ജിജീഷ് PKയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കുമ്പള. കാസർഗോഡ് ഏരിയാൽ ദേശീയപാതയിലെ സർവീസ് റോഡിൽ ചരക്കുലോറി നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിന്റെ ഞെട്ടൽ ഇനിയും മാറിയില്ല. റോഡരികിൽ നിർത്തിയിട്ട 10ലേറെ ഇരുചക്ര വാഹനങ്ങളും വൈദ്യുത തൂണുകളും സിഗ്നൽ ലൈറ്റുകളുമാണ് അപകടത്തിൽ തകർന്നത്. കാസർഗോഡ് എരിയാൽ അടിപ്പാതയ്ക്ക് സമീപത്ത് ഞായറാഴ്ച രാവിലെ 6ഓടെയാണ് നാടിനെ നടുക്കിയ വൻ അപകടമുണ്ടായത്. കർണാടക ഹുബ്ലിയിൽ നിന്നും പഞ്ചസാരയുമായി കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന ലോറിയാണ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. ലോറി ഇടിച്ചു കയറിയതിനെ തുടർന്ന് റോഡരികിൽ നിർത്തിയിട്ട 10ലേറെ ഇരുചക്ര വാഹനങ്ങളും വൈദ്യുതി തൂണുകളും സിഗ്നൽ ലൈറ്റുകളും അപകടത്തിൽ തകർന്നു. വാടക വീടുകളിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇരുചക്ര വാഹനങ്ങളാണ് തകർന്നത്. സർവീസ് റോഡരികിലായിരുന്നു ഇവ നിർത്തിയിട്ടിരുന്നത്. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റുകൾ, സൈൻ ബോർഡുകൾ, കണ്ണാടികൾ, റീറ്റൈനിങ് വാൾ, വൈദ്യുതി ഇലക്ട്രിക് പോസ്റ്റ് എന്നിവയും തകർന്നിട്ടുണ്ട്. 1.06 ലക്ഷം രൂപയുടെ നഷ്ടം നേരിട്ടതായി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്ത ULCCS PRO മനീഷ് കുമാർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. വൈദ്യുതി തൂണുകളിൽ ഉൾപ്പെടെ ഇടിച്ചതിനാൽ ലോറിക്കും വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്.
അപകടം നടന്നത് ഞായറാഴ്ചയായതിനാലും രാവിലെ ആയതിനാലും തിരക്ക് കുറവായിരുന്നു. മറ്റു വാഹനങ്ങളും കാൽനട യാത്രക്കാരുമില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഇവിടെ ഒഴിവായത്. അപകടത്തിൽ തകർന്ന ഇരുചക്ര വാഹനങ്ങളുടെ ഉടമകൾ പരാതി നൽകുവാനായി പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ലോറി ഉടമ കർണാടകയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ടെന്നും അവരെത്തിയതിനു ശേഷം ഇരുചക്ര വാഹന ഉടമകളുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുകയെന്നും പോലീസ് അറിയിച്ചു. ആളപായമില്ലാത്തതിനാൽ ഡ്രൈവർക്ക് സ്റ്റേഷനിൽ നിന്നു തന്നെ ജാമ്യം ലഭിച്ചേക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വെള്ളിക്കുന്നത്ത് ഭഗവതികാവ് ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം കലവറ നിൽക്കൽ ചടങ്ങ് നടന്നു. ആചാര്യ വരവേൽപ്പും സംഘടിപ്പിച്ചു. നിരവധി ഭക്തർ പങ്കെടുത്തു. വെള്ളിക്കുന്നത്ത് ഭഗവതികാവ് ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. വെള്ളിക്കോത്ത് നീണ്ട 64 വർഷങ്ങൾക്ക് ശേഷം വെള്ളിക്കുന്നത്ത് ഭഗവതികാവിൽ ഒക്ടോബർ 2 വരെ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞവും നവരാത്രി മഹോത്സവവും നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. വെള്ളിക്കോത്ത് പടിക്കാൽ ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളം, മുത്തുക്കുട എന്നിവയുടെ അകമ്പടിയോടെ നടന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ മാതൃസമിതി അംഗങ്ങൾ, ബാലികമാർ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, മറ്റു നിരവധി ഭക്തജനങ്ങളും അണിചേർന്നു. പടിക്കാൽ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കലവറ ഘോഷയാത്ര വെള്ളിക്കോത്ത് അയ്യപ്പ ഭജന മന്ദിരം, യങ് മെൻസ് ക്ലബ്ബ്, വെള്ളൂർ വയൽ, കാറ്റാടി നാഗപ്പറമ്പ് ദേവസ്ഥാനം പരിസരം വഴി വെള്ളിക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന സമർപ്പണ ചടങ്ങ് നടന്നു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ പി നാരായണൻകുട്ടി നായർ, ജനറൽ കൺവീനർ കെ കൃഷ്ണൻ മാസ്റ്റർ, ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ, ഖജാൻജി കെ വി കൃഷ്ണൻ, പി ദിവാകരൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് കോടോത്ത് നാരായണൻ നായർ, ബി നാരായണൻ, പി രമേശൻ, കെ ഗോപി, പി സുധാകരൻ നായർ, പി കുഞ്ഞികൃഷ്ണൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വൈകിട്ട് എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമികൾ, ക്ഷേത്രം തന്ത്രി ആലമ്പാടി പത്മനാഭ പട്ടേരി, യജ്ഞാചാര്യൻ ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തിരുവനന്തപുരം, മറ്റു സഹ ആചാര്യന്മാർ എന്നിവരെ യജ്ഞശാലയിലേക്ക് ആനയിച്ച് ആചാര്യ വരവേൽപ്പ് നൽകി. തുടർന്ന് സച്ചിദാനന്ദ ഭാരതി സ്വാമികൾ യജ്ഞദീപം തെളിയിച്ചു. ആചാര്യവരണം, ദേവി ഭാഗവത മഹാത്മ്യ പ്രഭാഷണം എന്നിവയും നടന്നു. ಭಗವತಿ ಕಾವಲಲ್ಲಿ ನವರಾತ್ರಿ ಉತ್ಸವದ ಅಂಗವಾಗಿ ನಡೆಯುವಂತಹ ದೇವಿ ಭಾಗವತ ನವಾಹ ಯಜ್ಞದ ಪ್ರಾರಂಭ ಸನ್ನಿಧಿಯಲ್ಲಿ ಇವತ್ತು ನಡೀತಾ ಇದೆ. ನವರಾತ್ರಿ ಉತ್ಸವ ಅನ್ನೋದು ನಮಗೆ ಹಿಂದೂಗಳಿಗೆ ಸನಾತನ ಧರ್ಮದಲ್ಲಿ ಬಹಳ ಪ್ರಾಶಸ್ತ್ಯವನ್ನು ಹೊಂದಿದಂಥ ಒಂದು ಪರ್ವ ದಿನಗಳು. തിങ്കളാഴ്ച രാവിലെ ഗണപതി ഹോമവും തുടർന്ന് ലളിത സഹസ്ര നാമജപവും ഗ്രന്ഥപൂജയും ശ്രീമദ് ദേവി ഭാഗവത പാരായണവും പ്രഭാഷണവും നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് ഉച്ചപൂജയും തുടർന്ന് അന്നദാനവും നടക്കും. വൈകിട്ട് 6:45 ദീപാരാധനയും 8 മണിക്ക് നിറമാല പൂജയും തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ പൂജകളും അന്നദാനവും നടക്കും. ഒക്ടോബർ 2 ആഘോഷ പരിപാടികൾ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും
തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്, എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. ദ മാജിക്കൽ ബോണ്ട് ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഹോം. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangad. Phone 046722027070. 7 lines. Mansoor Hospital. Dedication, determination and dignity. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും. ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. കാസർഗോഡ് ജില്ലാ യോഗ അസോസിയേഷന്റെ 17ാമത് ജില്ലാ യോഗ ചാമ്പ്യൻഷിപ്പ് കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് ബാങ്ക് ഹാളിൽ നടന്നു. 9 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്കാണ് മത്സരങ്ങൾ നടത്തിയത്. സംസ്ഥാന മത്സരങ്ങൾക്ക് മുന്നോടിയായാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. കാസർഗോഡ് ജില്ലാ യോഗ അസോസിയേഷന്റെ 17ാമത് ജില്ലാ യോഗ ചാമ്പ്യൻഷിപ്പ് കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് ബാങ്ക് ഹാളിൽ നടന്നു. 9 വയസ്സ് മുതൽ 70 വയസ്സുവരെയുള്ളവർക്കാണ് മത്സരങ്ങൾ നടത്തിയത്. സംസ്ഥാന മത്സരങ്ങൾക്ക് മുന്നോടിയായാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ആചരിക്കുന്നുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി അടക്കം ഒരുപാട് സെലിബ്രിറ്റികൾ, സിനിമാ ലോകത്തെ സെലിബ്രിറ്റികൾ അടക്കം പലരും ഈ ജൂൺ 21 യോഗാ ദിനമായി ആചരിക്കുന്ന സമയത്ത് യോഗ അവർ പരസ്യമായി പ്രാക്ടീസ് ചെയ്ത് ഈ ആധുനിക തലമുറയെ ഇതിൽ പ്രചോദനം കൊടുത്ത് യോഗയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സമീപനം സെലിബ്രിറ്റികളിൽ നിന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് യോഗ നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വലിയ ആശ്വാസം പകരുന്ന ഒന്നാണ്. ഇവിടെ കുട്ടികൾ അവരുടെ യോഗ പരിശീലനത്തിലൂടെ, അവർക്ക് കിട്ടിയിരിക്കുന്ന പരിശീലനത്തിലൂടെ ഈ പറയപ്പെടുന്ന പ്രാണായാമം അടക്കം ശരീരം ശ്വസന ഇതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ കാണിച്ച് അവർ പഠിച്ചതിൽ നിന്ന് മത്സരാർത്ഥികളായി പങ്കെടുത്ത് ആ മത്സരത്തിൽ ജയിക്കുന്ന ആളുകൾക്ക് ട്രോഫികളൊക്കെ കൊടുക്കുന്നു. M പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് വ്യവസായി PM ഹസൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. യോഗ ചികിത്സാ രംഗത്ത് 50 വർഷം പൂർത്തീകരിച്ച ശംഭു നമ്പൂതിരിയെ ആദരിച്ചു. പ്രവീൺ തോയമൽ, C നാരായണൻ നായർ, അനു ജോസഫ് എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് KK പ്രഭാകരൻ സ്വാഗതവും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി NK ശ്യാംകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് സർക്കിൾ സഹകരണ യൂണിയൻ ശില്പശാല സംഘടിപ്പിച്ചു. യൂണിയൻ ചെയർമാൻ P മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഹോസ്ദുർഗ് സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഹോസ്ദുർഗ് വെള്ളരിക്കുണ്ട് താലൂക്കുകളിലെ സഹകരണ സംഘങ്ങളിലെ ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്ന ജീവനക്കാർക്ക് ഏകദിന പരിശീലനം നടത്തി. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിശീലന പരിപാടി ഹോസ്ദുർഗ് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ P മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. ചുമതലയായി മാറും എന്നൊരു തോന്നൽ നമുക്കുണ്ടാകണം. അങ്ങനെ വന്നാൽ നമ്മുടെ സ്ഥാപനത്തിലെ ഉത്തരവാദപ്പെട്ട അറിയുന്ന ആളുകളിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് ശേഖരിക്കുന്നതിന് വേണ്ടി കഴിയും. ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ നല്ല നിലയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഓഡിറ്റ് ഏതാണ്ട് കഴിഞ്ഞ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത്. പല ആളുകൾക്കും ഒരുപക്ഷെ തോന്നലുണ്ടാകും ഏതാണ്ട് ഒരു 5-6 മാസം കഴിഞ്ഞ് മതിയായിരുന്നല്ലേ ഈ ക്ലാസ് എന്നൊരു തോന്നൽ ആളുകൾക്കുണ്ടാകും. സഹകരണ സംഘം ഹോസ്ദുർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ P ലോഹിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു. സഹകരണ ഓഡിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ K അശോകൻ ക്ലാസ് എടുത്തു. ഹോസ്ദുർഗ് സഹകരണ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റ് P ബിന്ദുമോൾ, വെള്ളരിക്കുണ്ട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ V സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സ്നേഹപ്രവാചകന്റെ 1.5 സഹസ്രാബ്ദം എന്ന പ്രമേയത്തിൽ തൃക്കരിപ്പൂർ മൗലിദ് ജാഥ സംഘടിപ്പിച്ചു. റാലിയിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. തൃക്കരിപ്പൂർ റേഞ്ച് പരിധിയിലെ 16 മദ്രസകളിലുള്ള കുരുന്നുകളും അധ്യാപകരും നാട്ടുകാരും ഉൾപ്പെടെ അണിനിരന്ന
മൗലിദ് ജാഥ വീക്ഷിക്കാനും ആശീർവദിക്കാനും സ്ത്രീകളും കുട്ടികളുമടക്കം പാതയുടെ ഇരുഭാഗത്തും കാത്തുനിന്നിരുന്നു. വിവിധ മദ്രസകളിലെയും ദർസുകളിലെയും വിദ്യാർത്ഥികൾ ബൈത്തിന്റെ ഈണത്തിനൊത്ത് ദഫ്മുട്ടി താളം പിടിച്ചാണ് നീങ്ങിയത്. മീലാദ് റാലിക്ക് റേഞ്ച് പ്രസിഡന്റ് സയ്യിദ് ഷഫീഖ് തങ്ങൾ, ജില്ലാ ജനറൽ സെക്രട്ടറി ഹാരിസ് അൽ ഹസനി, റേഞ്ച് വൈസ് പ്രസിഡന്റ് ബഷീർ ഫൈസി മാണിയൂർ, മുഫത്തിഷ് മുജവിദ് അനസ് മൗലവി, ട്രഷറർ അല്യ സഹ് സി ഭൈത്താൻ, മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ടി മുഹമ്മദ് അലി, സെക്രട്ടറി ടി കുഞ്ഞിമൊയ്തീൻ കുട്ടി, ട്രഷറർ സി സത്ത ഹാജി, എ ജി അമീർ ഹാജി, അബ്ദുൾ റഫ് ഹുദവി, അമീൻ കൂലേരി, ഷുഹൈബ് ഫൈസി, ഒ കെ അബ്ദുൾ റഷീദ് മൗലവി, ജലീൽ കാരോളം, സയ്യിദ് മുഹമ്മദ് ആഷിഖ് തങ്ങൾ, ഒ ടി അബ്ദുൾ റഫ് മൗലവി, എം ഫൈസൽ മൗലവി എന്നിവർ നേതൃത്വം നൽകി. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. അസോസിയേഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് കാസർഗോഡ് ജില്ലാ ഘടകത്തിന്റെ നേതൃത്വത്തിൽ എഞ്ചിനീയേഴ്സ് ഡേ ആദരിച്ചു. പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച എഞ്ചിനീയറായ ഭാരത് രത്ന എം വിശ്വേശ്വരയ്യരുടെ സ്മരണാർത്ഥമാണ് എഞ്ചിനീയേഴ്സ് ഡേ ആഘോഷിച്ചത്. സെപ്റ്റംബർ 21 ഞായറാഴ്ച 10 മണിക്കാണ് പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ പരിപാടി നടന്നത്. അസോസിയേഷൻ കാസർഗോഡ് കമ്മിറ്റി തയ്യാറാക്കിയ സോവിനർ ചടങ്ങിൽ വെച്ച് എഞ്ചിനീയർ സി ജെ കൃഷ്ണൻ പ്രകാശനം ചെയ്തു. All the esteemed member of the Association of Engineers, Association of Institute of Engineers from Kerala, I feel privileged as well as honored to stand before you in order to celebrate the Engineers Day, to commemorate the birth anniversary of the legendary engineer, the statesman, Bharat Ratna, nation builder, and many more, what we can call Sri Mokshagundamaya Vishweshwaraya. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എഞ്ചിനീയർ ബൈജു PB അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ PWD, ഇറിഗേഷൻ, LSGD എന്നീ വിഭാഗങ്ങളിലെ എഞ്ചിനീയർമാർ പങ്കെടുത്ത പരിപാടിയിൽ കേരള കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിദ്ദു P. അൽഗൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഈ വർഷത്തെ എഞ്ചിനീയേഴ്സ് ഡേ തീമായ ഡീപ് ടെക് ആൻഡ് എഞ്ചിനീയറിംഗ് എക്സലൻസ് ഡ്രൈവിംഗ് ഇന്ത്യാസ് ഡെക്കോഡ് എന്ന വിഷയത്തിലും സ്വതന്ത്ര ഇന്ത്യയുടെ നിർമ്മാണത്തിൽ മോക്ഷകുണ്ടം വിശ്വേശ്വരയ്യരുടെ സംഭാവനകളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ഇന്ത്യൻ ജിയോ ടെക്നോളജിക്കൽ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ അനിൽ ജോസഫ് എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ ഫോർ കൺട്രോൾഡ് ഡിമോളിഷൻ ടെക്നിക് ആൻഡ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫോർ ബിൽഡിംഗ് എന്ന വിഷയത്തിൽ സെമിനാർ എടുത്തു. ചടങ്ങിൽ വെച്ച് എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മുഖ്യാതിഥിയായ വൈസ് ചാൻസലർ മെഡലുകൾ സമ്മാനിച്ചു. ദീപു S, ഹാഷിം PA, ഉഷാദേവി S, ബിജോയ് എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ സീന P. രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. രാജീവൻ K. നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഭാരതീയ ചികിത്സാ വകുപ്പ് നാഷണൽ ആയുർവേദ മിഷൻ 10ാമത് ദേശീയ ആയുർവേദ ദിന ജില്ലാതല പരിപാടി 23-ന് കാഞ്ഞങ്ങാട് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭാരതീയ ചികിത്സാ വകുപ്പ് നാഷണൽ ആയുർവേദ മിഷൻ 10ാമത് ദേശീയ ആയുർവേദ ദിന ജില്ലാ പരിപാടി 23-ന് കാഞ്ഞങ്ങാട് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 മണിക്ക് കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും വിളംബര ഘോഷയാത്ര, ഫ്ലാഷ് മോബ് എന്നിവ നടക്കും. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഫ്ലാഗ് ഓഫ് ചെയ്യും. തുടർന്ന് 11 മണിക്ക് കാഞ്ഞങ്ങാട് റോയൽ റെസിഡൻസി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ A. ഇന്ദു അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. അതിന് പ്രധാന കാരണം നമുക്ക് പോസ്റ്റിംഗ് നടക്കുന്നില്ല, കൂടുതൽ അവിടെ ടെക്നീഷ്യന്മാരുടെ അങ്ങോട്ട് ഇവിടെ പോസ്റ്റിംഗ് എടുത്താൽ പോകും, അങ്ങനെയാണ് ഇവിടെ വേക്കൻസി വരുന്നത്. കുഴപ്പമില്ല, ഡയറക്ട് മന്ത്രാലയമുണ്ട്, സ്ഥാപനങ്ങൾക്ക്
റീൽസ് പോസ്റ്റർ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം MP നിർവഹിക്കും. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AV രാംദാസ്, ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK രേഷ്മ, ഡോക്ടർ K ബിന്ദു, ഡോക്ടർ M ഷാഹിദ്, ഡോക്ടർ അജിത് നമ്പ്യാർ, VK ഷാനിഭ, ജിഷ ജോസഫ്, ആന്റണി ഓസ്റ്റിൻ എന്നിവർ സംസാരിക്കും. ഡോക്ടർ പത്മേഷ പിള്ള, ഡോക്ടർ അഞ്ജു രാമചന്ദ്രൻ എന്നിവർ സെമിനാറിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്യും. തുടർന്ന് ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളും നടക്കും. ഡോക്ടർ നിഖില നാരായണൻ സ്വാഗതവും ഡോക്ടർ AK ഗിരീഷ് കുമാർ നന്ദിയും പറയും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ A ഇന്ദു, ഡോക്ടർ വിശ്വനാഥൻ, ഡോക്ടർ K ബിന്ദു, ഡോക്ടർ KR രത്നാകരൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കോതോളുംകര ദുർഗാഭഗവതി ക്ഷേത്ര നവീകരണ കലശ ഒറ്റത്തിറ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഫണ്ട് ശേഖരണം നടന്നു. മുൻ MLA K കുഞ്ഞിരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോതോളുംകര ദുർഗാഭഗവതി ക്ഷേത്ര നവീകരണ കലശ ഒറ്റത്തിറ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ധനസമാഹരണ ഉദ്ഘാടനവും നടന്നു. മുൻ MLAയും കേരള പൂരക്കളി അക്കാദമി ചെയർമാനുമായ K കുഞ്ഞിരാമൻ ആഘോഷ കമ്മിറ്റി ഓഫീസിന്റെയും ധനസമാഹരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. എന്ന മഹാകവിയുടെ ആ പാട്ടുകൾ അത് ഏറ്റവും വലിയ അനർത്ഥമാക്കുന്നതാണ് നമ്മുടെ ക്ഷേത്രമുറ്റങ്ങളെല്ലാം. അറിഞ്ഞോ അറിയാതെ നമ്മളെ ആളുകൾ ഇന്നത് മാറ്റിയാണ്. ഇതെല്ലാം കുറച്ച് മാറ്റി ഇങ്ങനെയില്ല ഭവനം വേണ്ട, അതിൽ ടെറസ് ബിൽഡിങ് മതി എന്നിടത്തേക്കാണ് നമ്മൾ ആളുകൾ. ഞാനിവിടെ കഴിക്കുന്നില്ല. നമ്മുടെ വെള്ളൂർ ശിവക്ഷേത്രത്തിൻ്റെ ആണ് ഒരു പരിപാടി ഉള്ളത്. ഈ സപ്താഹം എന്ന് പറഞ്ഞാൽ മഹാഭാരതം ശ്രീകൃഷ്ണ ചരിതം 7 ദിവസമായി ചൊല്ലിക്കൊടുക്കുന്നതാണ്. ശ്രീകൃഷ്ണ ജന്മം മുതൽ അവസാനം വരെയുള്ള കാര്യം. അപ്പോൾ അവരുടെ മുന്നത്ത് വലിയ നല്ല മരങ്ങളുണ്ട്. പ്രവാസിയായ അസ്ഹറുദ്ദീൻ രാവണീശ്വരം ക്ഷേത്രത്തിലേക്ക് സ്പോൺസർ ചെയ്ത ഫിൽറ്റർ കുടിവെള്ള സംവിധാനവും പരിപാടിയിൽ വെച്ച് K കുഞ്ഞിരാമൻ ഏറ്റുവാങ്ങി. ആഘോഷ കമ്മിറ്റി ചെയർമാൻ N കേളു നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് N അശോകൻ നമ്പ്യാർ, ക്ഷേത്രം സെക്രട്ടറി A പാലൻ, 23-ാം വാർഡ് മെമ്പർ M ബാലകൃഷ്ണൻ, 1-ാം വാർഡ് മെമ്പർ P മിനി, വർക്കിംഗ് ചെയർമാൻ അനീഷ് ദീപം, നിർമ്മാണ കമ്മിറ്റി ട്രഷററും വർക്കിംഗ് ചെയർമാനുമായ തമ്പാൻ മക്കാക്കോട്, പൂരക്കളി പണിക്കർ M ശിവശങ്കര പണിക്കർ, മാതൃസമിതി സെക്രട്ടറി സജിത പാലൻ, അസ്ഹറുദ്ദീൻ രാവണീശ്വരം എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി കൺവീനർ BV ഗോവിന്ദൻ സ്വാഗതവും ട്രഷറർ KV പ്രവീൺ കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകൾ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഇന്റീരിയറുകളുടെ വിസ്മയം, ഗ്ലാസ് വർക്കുകളുടെ ചടുലത ആരെയും ചുവട് വയ്പ്പിക്കും. ഈ കിച്ചൺ ക്യാബിനറ്റുകൾ കുക്കിംഗ് ഒരനുഭവമാക്കും. ദ ഹാപ്പിയസ്റ്റ് ഫാമിലി. ബെഡ്റൂം ഇന്റീരിയർ, വാതിലുകൾ സുന്ദരമായ സ്വകാര്യതയാണ്. ഇതെല്ലാമാണ് വീടെന്ന സ്വപ്നം. ന്യൂ ഇന്ത്യൻ ഗ്ലാസ് ഏജൻസി. Glass, plywood, kitchen cabinet, wide range of interior products. The biggest interior accessory showroom at North Malabar. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ.
യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. കാസർഗോഡ് ഷീ ലോഡ്ജ് ഉടൻ തുറക്കണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം പി ബേബി ഉദ്ഘാടനം ചെയ്തു. കാസർഗോട്ടെ ഷീ ലോഡ്ജ് ഉടൻ തുറക്കണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. സ്ത്രീത്വത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം അപമാനിക്കുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടിയെടുക്കണമെന്നും കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ സ്ത്രീകളുടെ വിശ്രമ കേന്ദ്രം കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം പി ബേബി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ആഗോളീകരണത്തിന്റെ ഫലം ഏറ്റവും കൃത്യമായി നമ്മൾ അനുഭവിക്കുന്നു എന്ന് തന്നെയാണ്. അത് അതിന്റെ ഗുണഫലം മാത്രമാണ്. അതിന്റെ ദോഷഫലങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം ഒക്കെ തന്നെ വരുമ്പോൾ ഏറ്റവും ശക്തമായി എതിർത്ത ഒരു സംഘടന കൂടിയാണ് നമ്മുടെയൊക്കെ തന്നെ അല്ലെ. ഇടതുപക്ഷമൊക്കെ തന്നെ വളരെ കൃത്യമായി എതിർത്തിട്ടുണ്ട്. ഇത് നമ്മുടെ അടുക്കള ബജറ്റിനെ താളം തെറ്റിക്കും. ഇത് നമുക്ക് നമ്മളെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും അതിൻ്റെതായ രീതിയിലേക്ക് പോകും. അത് സാമ്രാജ്യത്വവൽക്കരണത്തിന് കൂടുതൽ ആക്കം കൂട്ടും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ അതിനെ എതിർക്കാൻ വേണ്ടി കാരണം. ഇപ്പോൾ അമേരിക്ക എടുക്കുന്ന ഓരോ തീരുമാനവും നമ്മളെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 91 മുതൽ കൊണ്ടു നടക്കുന്ന സമരങ്ങൾ, നമ്മൾ 91 മുതൽ ആഗോളവൽക്കരണത്തിനും ഉദാരവൽക്കരണത്തിനുമെതിരെ വളരെ ശക്തമായ സമരപാതയിലാണ് അല്ലെ. എം ലളിത അധ്യക്ഷത വഹിച്ചു. കെ ജയകുമാരി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി എം സുമതി, ഗീതാ സമാനി, ജയന്തി, എം കെ രവീന്ദ്രൻ, കെ സുമതി എന്നിവർ സംസാരിച്ചു. ടി ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. പുതിയ ഭാരവാഹികളായി കെ എസ് ശ്രീനയെ പ്രസിഡന്റായും പി ജാനകി, അഖില റൈ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും സി ശാന്തകുമാരിയെ സെക്രട്ടറിയായും കെ ഇന്ദിര, ഓമന എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും എം ബിന്ദുവിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് താലൂക്ക് പലവക സഹകരണ സംഘം ചീഫ് എക്സിക്യൂട്ടീവ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. സഹസ്പർശം 25 എന്ന പേരിൽ സംഘടിപ്പിച്ച ഓണാഘോഷം വിവിധ പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി. കാസർഗോഡ് താലൂക്ക് പലവക സഹകരണ സംഘം ചീഫ് എക്സിക്യൂട്ടീവ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സ്നേഹസ്പർശം 2025 സംഘടിപ്പിച്ചു. ചെർക്കള മാർത്തോമ ബദിര വിദ്യാലയത്തിൽ നടന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായി പലവക സഹകരണ സംഘം ജീവനക്കാർ പങ്കെടുത്ത വിവിധ കലാകായിക മത്സരങ്ങൾ നടന്നു. വിഭവസമൃദ്ധമായ ഓണസദ്യയുമുണ്ടായിരുന്നു. എന്നെ നെല്ലിക്കുന്ന് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. വളരെ വളരെ നല്ല ദേശീയ കൈ തൊടാൻ പാടില്ല. ഫസ്റ്റ് സെക്കൻഡ് നോക്കണേ. നവരസങ്ങൾ ആരംഭിക്കുന്നു. ഓണാഘോഷം എന്നത് കേരളീയരുടെ എല്ലാവരുടെയും ആഘോഷമാണ്. അത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആഘോഷമല്ല. ഓണം ആഘോഷിക്കാത്തവന്
കേരളീയനല്ല എന്ന് പറഞ്ഞാൽ അതിൽ ആർക്കും വിയോജിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെ കേരളീയനുണ്ട്? ഇനി ചന്ദ്രനിൽ ഒരു മലയാളി ഉണ്ടെങ്കിൽ അവിടെയും ആ മലയാളിയും ഓണം ആഘോഷിക്കും. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മലയാളികൾ ഓണം ആഘോഷിക്കുന്നുണ്ട്. ഓണം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിഭവസമൃദ്ധമായ സദ്യ ഉണ്ണുക എന്നത് മാത്രമല്ല, നമ്മുടെ ഇടയിലുള്ള ഐക്യം എത്രമാത്രമാണ് എന്ന്. നമുക്ക് ഇവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, മതങ്ങളുണ്ട്, ജാതികളുണ്ട്, ഭാഷകളുണ്ട്. അപ്പോൾ അതിനെല്ലാം അതീതമായി നമ്മൾക്ക് യോജിച്ച് നിൽക്കാൻ കഴിയുന്ന സമയത്ത് യോജിച്ച് നിൽക്കാനും, അതുപോലെ തന്നെ ഐക്യത്തിൽ നിൽക്കേണ്ട സമയത്ത് ഐക്യത്തിൽ നിൽക്കാനും കേരളീയർക്കല്ലാതെ മറ്റൊരു വിഭാഗത്തിനും സാധിക്കുകയില്ല എന്ന് നമ്മൾ ഈ ഓണാഘോഷം പോലുള്ള പരിപാടികളിലൂടെ ലോകത്തിന് തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ്. ഫോറം പ്രസിഡന്റ് പി കെ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ എ ജയചന്ദ്രൻ, അസിസ്റ്റന്റ് ഡയറക്ടർ കെ മുഹമ്മദ് സാലിഹ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സംഘം സീനിയർ ഇൻസ്പെക്ടർ എം മണികണ്ഠൻ, ഫോറം സെക്രട്ടറി കെ വി സജേഷ്, ഭാരവാഹികളായ വി താമരാക്ഷൻ, കെ മുരളീധരൻ, മധുസൂദനൻ പാണൂർ, കെ വരദരാജ്, ഇ കെ രാജേഷ്, ഗിരികൃഷ്ണൻ കൂടാല എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പനയാൽ NSS കരയോഗത്തിന്റെ കുടുംബസംഗമവും അനുമോദ യോഗവും നടന്നു. പനയാൽ SMAUP സ്കൂൾ അങ്കണത്തിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കരിച്ചേരി പ്രഭാകരൻ നായർ ഉദ്ഘാടനം ചെയ്തു. പനയാൽ NSS കരയോഗം കുടുംബസംഗമവും അനുമോദനവും പനയാൽ SMAUP സ്കൂൾ അങ്കണത്തിൽ വെച്ചാണ് നടന്നത്. NSS ഹോസ്ദുർഗ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കരിച്ചേരി പ്രഭാകരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഞങ്ങൾ പോയതിനേക്കാളും കൂടുതൽ ഈ കരയോഗത്തിൽ വന്ന ഒരാളായിരിക്കും ഹോസ്ദുർഗ താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റ്. ശരിയാണ്. എനിക്ക് തോന്നുന്നു ഇതിന്റെ തുടക്കം മുതൽ എല്ലാ കാലത്തും ഇതിന്റെ കരയോഗം വന്നതിന് ഉദ്ഘാടനം ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന ഒരാളാണ്. കൃത്യമായി കുടുംബസംഗമങ്ങൾ നടത്തിക്കൊണ്ട് താലൂക്കിലെ കരയോഗങ്ങൾക്ക് മാതൃകയാക്കിയ ഒരു കരയോഗമാണ്. ഇപ്പോൾ കുറച്ച് ഒരു 2-3 വർഷമായിട്ട് ആ കൊറോണയുടെ ഒരു പ്രത്യാഘാതമായിരിക്കണം കുറച്ച് പിന്നോക്കം പോയെങ്കിലും വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് ഈ കരയോഗം നടന്ന് കയറുകയാണ്. അതിന് നിങ്ങളെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു. ഈ കരയോഗം എന്തിനു വേണ്ടി എന്ന് പലരും ചോദിക്കും. പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടി, NSS എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? NSS പനയാൽ കരയോഗം പ്രസിഡന്റ് M ശ്രീധരൻ നായർ അധ്യക്ഷത വഹിച്ചു. NSS ഹോസ്ദുർഗ താലൂക്ക് യൂണിയൻ സെക്രട്ടറി പി ജയപ്രകാശ് സംഘടനാ വിശദീകരണം നടത്തി. M കൃഷ്ണൻ നായർ, ഉഷ നാരായണൻ പെരിയ, M കുമാരൻ നായർ, കെ ശീലാവതി, കെ ഗോപാലൻ മാസ്റ്റർ തച്ചങ്ങാട്, ലതാ രവീന്ദ്രൻ, പി മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് കെ മണികണ്ഠൻ നമ്പ്യാർ സ്വാഗതവും പി മണികണ്ഠൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വെച്ച് SLC, +2 പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തപസ്യ കലാസാഹിത്യവേദി കാസർഗോഡ് ജില്ലാ പഠന ശിബിരത്തിന് സമാപനമായി. സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ പ്രൊഫസർ PG ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. തപസ്യ കലാസാഹിത്യവേദി കാസർഗോഡ് ജില്ലാ പഠന ശിബിരത്തിന് സമാപനമായി. മാവുങ്കാൽ പ്രഗതി വിദ്യാ കേന്ദ്രത്തിൽ നടന്ന പരിപാടികൾ തപസ്യ സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ പ്രൊഫസർ PG ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ സദസ്സിലേക്ക് വന്നപ്പോ ഒരു യുവതി എൻ്റെ അടുത്ത് വന്നിട്ട് വളരെ സന്തോഷത്തോടു കൂടി എനിക്ക് കൈ തന്നിട്ട് പറഞ്ഞു, സാറേ, എൻ്റെ മനസ്സിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമാണ് കാസർഗോഡ്. ഞാൻ അവിടെയുള്ള വില്ലേജ് ഓഫീസിൽ ഓഫീസറായിട്ട് 2-3 വർഷം ജോലി ചെയ്തിരുന്നു. അവിടുന്ന് പോരേണ്ടി വന്നതിൽ ഒരുപാട് ദുഃഖിക്കുന്നയാളാണ് ഞാൻ. കാരണം വീട്ടുകാരുമായിട്ട് ഒത്ത് ജീവിക്കാനുള്ള അവസരമാണ് കിട്ടിയത്. എന്നാലും അവിടുന്ന് പോരേണ്ടി വന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് എന്ന് പറയും. അപ്പൊ ഇതെന്റെ മാത്രം അനുഭവമല്ല, ഒരുപാട് ആൾക്കാരുടെ അനുഭവമാണ്. ഈ പ്രദേശത്തിന്റെ പ്രത്യേകത, ഇവിടുത്തെ നദികളുടെ പേരുകൾ, സ്ഥലത്തിന്റെ പേരുകൾ ഒക്കെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ് എന്ന് നമുക്കറിയാം. തപസ്യയെ സംബന്ധിച്ചിടത്തോളം തപസ്യ നമ്മുടെ സാഹിത്യത്തെയും കലയെയും നമ്മുടെ പാരമ്പര്യത്തെയും അന്വേഷിക്കുകയും അതിന് കൂടുതൽ അറിവ് നേടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന സംഘടനയാണ്. ചടങ്ങിൽ വെച്ച് ശാസ്ത്രീയ സംഗീത രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിച്ച ശ്രീനിധി കെ ഭട്ടിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തപസ്യ ജില്ലാ അധ്യക്ഷൻ കെ ബാലചന്ദ്രൻ പെരിയ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ
ജില്ലാ ജനറൽ സെക്രട്ടറി ടി ദിനേശൻ സ്വാഗതവും ജോയിന്റ് ജനറൽ സെക്രട്ടറി MV അശോകൻ പുല്ലൂർ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന പ്രതിനിധി സഭയിൽ ജില്ലാ ഉപാധ്യക്ഷൻ AV സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി KT രാമചന്ദ്രൻ സംഘടനാ ചർച്ച നയിച്ചു. നീലേശ്വരം യൂണിറ്റ് സെക്രട്ടറി K കുഞ്ഞികൃഷ്ണ പിഷാരടി സ്വാഗതവും ജില്ലാ സെക്രട്ടറി VG ശ്രീകുമാർ നന്ദിയും പറഞ്ഞു. ജില്ലാ അധ്യക്ഷൻ K ബാലചന്ദ്രൻ പെരിയയുടെ അധ്യക്ഷതയിൽ നടന്ന സമാപന യോഗത്തിൽ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പ്രശസ്ത എഴുത്തുകാരനുമായ M ശ്രീഹർഷൻ മാസ്റ്റർ, സംസ്ഥാന സെക്രട്ടറി EV ഹരി എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സമിതി അംഗം K പവിത്രൻ സ്വാഗതവും ജില്ലാ സമിതി അംഗം ജയകുമാർ നെല്ലിത്തറ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ കോൺഫറൻസ് ഹാളിലെ ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. കേസുകളൊന്നും കേൾക്കാതിരിക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് അത് ഇല്ലാതായി എന്നുള്ള രൂപത്തിലായിരുന്നു. പക്ഷെ വീണ്ടും അത് ഏതൊരാൾക്കും വരാം എന്നുള്ള രൂപത്തിലേക്ക് വരുന്നു. അങ്ങനെ ഓരോ രോഗങ്ങളും, പിന്നെ ജീവിതം തന്നെ രോഗകാരണമായി മാറുന്നു. അവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായാലും ശ്വസിക്കുന്ന വായുവായാലും കുടിക്കുന്ന വെള്ളമായാലും എല്ലാം രോഗകാരണമായി മാറുന്ന ഒരവസ്ഥയിലാണ് ഇന്നുള്ളത്. അത്രയും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മലിനീകരണവും മറ്റുമൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളുള്ളത് എന്നതുകൊണ്ടും ആരോഗ്യ മേഖല ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അതുപോലെ അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിനകത്ത് ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കുകയും ഏറ്റവും അധികം മുന്നേറിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു മേഖലയാണ് ആരോഗ്യ മേഖല. ഇപ്പോൾ ശിശുമരണ നിരക്ക് അടുത്ത ദിവസങ്ങളിലാണ് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ശിശുമരണ നിരക്ക് ലോകത്തിലുള്ള വികസിത രാജ്യങ്ങൾക്കും അപ്പുറത്തേക്ക് വികസനം നേടാൻ, അല്ലെ, കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ശിശുമരണ നിരക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേരളത്തിനകത്ത് കഴിഞ്ഞു. നഗരസഭാ വൈസ് ചെയർമാൻ ബിൽറ്റക് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ K ലത, KV സരസ്വതി, നഗരസഭാ കൗൺസിലർമാരായ KV സുശീല, ബാലകൃഷ്ണൻ പട്ടാക്കൽ, KK ബാബു, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ B സന്തോഷ്, മിനി ജോസഫ്, പ്രമോദ് കരുവളം, P മുരളീധരൻ എന്നിവർ സംസാരിച്ചു. 5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി കോൺഫറൻസ് ഹാൾ നവീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശ്രീനാരായണ ഗുരുവിന്റെ 98ാം സമാധി ദിനാചരണം SNDP യോഗം ഹോസ്റ്റർ യൂണിയന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. ശിവഗിരി മഠം സ്വാമിജി പ്രേമാനന്ദയുടെ നേതൃത്വത്തിൽ ഗുരുപൂജ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ 98ാം സമാധി ദിനാചരണം SNDP യോഗം ഹോസ്റ്റർ യൂണിയന്റെ നേതൃത്വത്തിൽ ഗുരുപൂജ, ഉപവാസം എന്നിവയോടുകൂടിയാണ് ആചരിച്ചത്. ശിവഗിരി മഠം സ്വാമിജി പ്രേമാനന്ദയുടെ നേതൃത്വത്തിൽ ഗുരുപൂജ നടത്തി. തുടർന്ന് സമാധി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിച്ചു. മനുഷ്യവംശം ലോകത്തിലൂടെ ആരംഭിച്ചിട്ടുണ്ട്. കാലാനുസൃതമായി ദേശകാല വ്യത്യാസമില്ലാതെ ദൈവത്തിൻ്റെ സന്ദേശം മനുഷ്യനിൽ എത്തിക്കാൻ വേണ്ടി അവതാര പുരുഷന്മാർ അവതരിച്ചിട്ടുണ്ട്. ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. ജനവാസം എവിടെയൊക്കെ ഉണ്ട് അവിടെ എല്ലാം അത് സംഭവിച്ചിട്ടുണ്ട്. ജാതി മത ചിന്തകൾക്ക് അതീതമായി അത്തരം സാമൂഹ്യ നന്മയ്ക്കായി അവതാരമെടുത്ത ഒരു അവതാര പുരുഷനായിട്ട് വേണം നമ്മൾ ശ്രീനാരായണ ഗുരുദേവനെ കാണും. അങ്ങനെ ആയിരക്കണക്കിന് അവതാര പുരുഷന്മാർ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് ജനങ്ങളെ ആനയിക്കാനും അവരെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും രക്ഷിക്കുവാനും അവതാരമെടുത്തിട്ടുണ്ട്. യൂണിയൻ പ്രസിഡന്റ് MV ഭരതൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി PV വേണുഗോപാലൻ സ്വാഗതം പറഞ്ഞു. യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ PT ലാലു, ബഷീർ വെള്ളിക്കോത്ത്, യോഗം ഡയറക്ടർമാരായ P ദാമോദര പണിക്കർ, C നാരായണൻ, ഉദുമ യൂണിയൻ സെക്രട്ടറി ജയാനന്ദൻ പാലക്കുന്ന്, ഗുരുധർമ്മ പ്രചരണ സഭാ ഭാരവാഹി ഷേർലി മോഹനൻ, യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് P വത്സല, സെക്രട്ടറി പ്രമീള ദിലീപ് എന്നിവർ സംസാരിച്ചു. കൗൺസിലർ ബാബു വെള്ളിക്കോത്ത് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
നവരാത്രി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങളായി വിവിധ ക്ഷേത്രങ്ങളിൽ ഭജന, നൃത്തസന്ധ്യ, ശാസ്ത്രീയ സംഗീത സദസ്സ് തുടങ്ങിയവ അരങ്ങേറും. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലും നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. പടന്നക്കാട് സ്വകാര്യ ആശുപത്രിയിൽ കയറി സംഘം ചേർന്ന് മർദ്ദനം. നേരത്തെ ഉണ്ടായ മർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയ്ക്കെത്തിയപ്പോഴാണ് 8-അംഗ സംഘം ആശുപത്രിയിലെത്തി മർദ്ദിച്ചത്. സംഭവത്തിൽ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നിരവധി മയക്കുമരുന്ന് കേസുകളിലെ പ്രതി പിടിയിൽ. ഞാണിക്കടവ് മയ്യത്ത് റോഡ് സ്വദേശി അർഷാദാണ് ഹോസ്ദുർഗ് പോലീസിന്റെ പിടിയിലായത്. പ്രതിയെ സംസ്ഥാന സർക്കാർ ഉത്തരവ് പ്രകാരം അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലിൽ പാർപ്പിച്ചു. കാസർഗോഡ് വീട് കേന്ദ്രീകരിച്ച് അനധികൃത മദ്യവിൽപ്പന പ്രതി പിടിയിൽ. കോയിപ്പാടി സ്വദേശി പ്രഭാകരനാണ് കുമ്പള പോലീസിന്റെ പിടിയിലായത്. കുളിമുറിയിലെ ചുമരിൽ രഹസ്യാറ ഉണ്ടാക്കിയാണ് ഇയാൾ മദ്യം സൂക്ഷിച്ചിരുന്നത്. കാസർഗോഡ് ഏരിയാൽ ദേശീയപാതയിലെ സർവീസ് റോഡിൽ ചരക്ക് ലോറി നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിന്റെ ഞെട്ടൽ ഇനിയും മാറിയില്ല. റോഡരികിൽ നിർത്തിയിട്ട 10-ലേറെ ഇരുചക്ര വാഹനങ്ങളും വൈദ്യുത തൂണുകളും സിഗ്നൽ ലൈറ്റുകളുമാണ് അപകടത്തിൽ തകർന്നത്. വെള്ളിക്കുന്നത്ത് ഭഗവതികാവ് ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. ആചാര്യ വരവേൽപ്പും സംഘടിപ്പിച്ചു. നിരവധി ഭക്തർ പങ്കെടുത്തു. കാസർഗോഡ് ജില്ലാ യോഗ അസോസിയേഷന്റെ 17ാമത് ജില്ലാ യോഗ ചാമ്പ്യൻഷിപ്പ് കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് ബാങ്ക് ഹാളിൽ നടന്നു. 9 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്കാണ് മത്സരങ്ങൾ നടത്തിയത്. സംസ്ഥാന മത്സരങ്ങൾക്ക് മുന്നോടിയായാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.